എല്ലാ പ്രിയപ്പെട്ടവർക്കും ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ റഷ്യ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു സൈനികമായിട്ടുള്ള പടയൊരുക്കം നടത്തുകയാണ്. ഈ പടയൊരുക്കം എന്ന് പറയുന്ന ഒരുപക്ഷെ യുക്രൈനെ മാത്രം ആക്രമിക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം യുക്രൈനെ ഒരു പ്രോക്സിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ റഷ്യയെ പ്രതിരോധിക്കുകയും റഷ്യക്കെതിരെ ആക്രമണം നടത്തുകയാണ്. യുക്രൈൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്തരം രീതിയിൽ റഷ്യയെ ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം യുക്രൈന്റെ കയ്യിൽ ഇത്തരം രീതിയിലുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങളോ ഡ്രോണുകളോ ഒന്നും ഉൽപ്പാദിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതൊന്നും റഷ്യക്കെതിരെ പ്രയോഗിക്കുവാനോ ഉള്ള ഒരു സ്ഥിതിഗതികൾ ആ രാജ്യത്തിനില്ല. അപ്പോൾ ആ രാജ്യത്തിന് വെസ്റ്റിന്റെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സപ്പോർട്ട് വെസ്റ്റ് റഷ്യക്കെതിരെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ റഷ്യ വലിയ രീതിയിൽ വെസ്റ്റുമായിട്ട് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കാണ്. പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് അവർക്ക് നൽകിയത് വലിയ രീതിയിലുള്ള ഒരു ആത്മാഭിമാന ക്ഷതമാണ്. ലോക സൈനിക ശക്തിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യക്ക് തങ്ങളുടെ ഭൂപ്രദേശത്ത്, അതും യുക്രൈന്റെ അതിർത്തിയിൽ നിന്നും 4000-5000 കിലോമീറ്ററുകൾക്കകത്ത് സ്ഥിതി ചെയ്യുന്ന തങ്ങളുടെ ബേസുകളെയൊക്കെ ആക്രമിക്കുക മാത്രമല്ല, ആ ബേസിൽ സ്ഥിതി ചെയ്യുന്ന അതിസങ്കീർണവും അത്യാധുനികവുമായിട്ടുള്ള ന്യൂക്ലിയർ വെപ്പണും അതേപോലെ തന്നെ ക്രൂയിസ് മിസൈൽസ് ഒക്കെ ക്യാരി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫൈറ്റർ ജെറ്റുകളെ വരെ തകർത്തിരിക്കുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ 41 ഫൈറ്റർ ജെറ്റുകൾ പോയി എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടമൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ റഷ്യയുടെ സൈനികപരമായിട്ടുള്ള കപ്പാസിറ്റി, അവരുടെ കേപ്പബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് യുക്രൈന്റെ ഭാഗത്തുനിന്നും ഈ അറ്റാക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ റഷ്യ ഇതിൽ പ്രതികരിച്ചില്ല എങ്കിൽ നാളെ റഷ്യ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ഇത് നാറ്റോയെ പോലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകും എന്നുള്ളത് കൊണ്ടും നാറ്റോയെ ഒതുക്കി നിർത്തുക എന്നുള്ളത് റഷ്യയുടെ നിലനിൽപ്പിന്റെ ആവശ്യമായതുകൊണ്ടും റഷ്യ ഇപ്പോൾ അത്തരം രീതിയിലുള്ള നാറ്റോയും കൂടി കണക്കിലെടുത്തുകൊണ്ട് അവരെയും കൂടി പ്രതിരോധിക്കുവാനും വേണ്ടി വന്നാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈനിക മുന്നൊരുക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞല്ലോ. യുക്രൈൻ ആയുധം നൽകുന്നു, അതേപോലെ തന്നെ ഇന്റലിജൻസ് സപ്പോർട്ട് കൊടുക്കുന്നു, മാത്രമല്ല സാമ്പത്തികപരമായിട്ടുള്ള കൈയഴിച്ചുള്ള സഹായമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ രാജ്യങ്ങൾ, റഷ്യയും അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ 2 മേഖലയിലും അല്ലെങ്കിൽ 2 കൂട്ടരെയും വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ളത് മാത്രം അല്ല, റഷ്യ എപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ടാണ് അവർ കണ്ടത്. 1ാം ലോക മഹായുദ്ധത്തിലും 2ാം ലോക മഹായുദ്ധത്തിലും ഇതേ രീതിയിലുള്ള റീസണുകൾ കൊണ്ടാണ് ഇത്ര വലിയ മാരകമായിട്ടുള്ള പ്രതിസന്ധി ലോകത്തിലേക്ക് കടന്നു വന്നത്. അതേപോലെയുള്ള ഒരു അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ആശങ്കപ്പെടുന്നത്. അപ്പോൾ ലോക രാജ്യങ്ങളും ലോക നേതാക്കന്മാരും ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ അതിന്റെ മുൾമുനയിൽ വന്ന് ലോകം നിൽക്കുന്നു എന്ന തരത്തിലാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ പുടിൻ എന്ന നേതാവ് ഇല്ലാണ്ടായി പോകും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെയും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെയും അവർ വളരെ വലിയ രീതിയിലുള്ള ഒരു സൈനിക മുന്നൊരുക്കമാണ് നടത്തുന്നത്. ഒന്നും കൂടി തെളിച്ചു പറയുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു രാജ്യം ഇത്ര വലിയ രീതിയിലുള്ള ഒരു സൈനിക പുറപ്പാട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം നടത്തുന്നു എങ്കിൽ അത് റഷ്യയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ അത്ര വലിയ രീതിയിൽ കലുഷിതമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജർമ്മനിയുടെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് തന്റെ 40 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്തരം രീതിയിലുള്ള ഒരു സാഹചര്യം മുൻപുണ്ടായിട്ടില്ല, അതിഭയാനകമായ ഒരു സാഹചര്യം ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയും ഫ്രാൻസും അതേപോലെ UK-യും ഈ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ സൈനികമായിട്ടുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. How serious is the threat facing NATO right now from the east, from Russia? I think it's a very serious threat. I've never seen a situation like this in my 40 years of service. It's really coming to a point where I must say we have to be prepared, and we have to be prepared to be ready to, of course, being able to defend ourselves, but at the same time to do deterrence, just to show Russia that it's not easy to have an attack against NATO territory. എല്ലാ തരത്തിലുള്ള
റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കിനെ പ്രതിരോധിക്കാനും വേണ്ടി വന്നാൽ ഒഫൻസീവായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്ന് നടക്കുന്നു. യൂറോപ്പ് ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ഒന്നും രണ്ടും ലോകമഹായുധങ്ങൾ യൂറോപ്പിന്റെ സൃഷ്ടിയാണെങ്കിൽ ഇതാ മൂന്നാമത്തതും യൂറോപ്പിന്റെ പുതിയ ഒരു സൃഷ്ടിയായിട്ട് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഈ വെസ്റ്റിന്റെ അസഹിഷ്ണുതയും അതേപോലെ തന്നെ അവരുടെ യാതൊരു തരത്തിലുമുള്ള ഒരു സമാനതകളില്ലാത്ത അവരുടെ ആശങ്കയുമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. റഷ്യ അവർ വളരെയധികം സസ്പെക്ട് ചെയ്യുന്നു. റഷ്യയുടെ നീക്കങ്ങളിൽ അവർ വളരെ അസ്വസ്ഥതയാണ്. കാരണം യുക്രൈൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേറ്റോ രാജ്യങ്ങളുടെ അതിർത്തികളാണ്. റഷ്യയുമായിട്ട് ആയിരക്കണക്കിന് മൈലുകൾ ബോർഡർ ഷെയർ ചെയ്യുന്നതാണ് നേറ്റോ രാജ്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു നേറ്റോ രാജ്യത്തെ റഷ്യ ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്കും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതായിട്ട് വരും. അത് തങ്ങളെയും ബാധിക്കും എന്നുള്ള തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഇരുപക്ഷത്തുമുണ്ട്. അതേപോലെ സൈനികപരമായിട്ടുള്ള ആശങ്ക ഇരുപക്ഷത്തുമുണ്ട്. ഇപ്പോൾ നേറ്റോ രാജ്യങ്ങളെ തകർക്കുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമാണ്. റഷ്യയെ തകർക്കുക എന്നുള്ളത് നേറ്റോ രാജ്യങ്ങളുടെയും ആവശ്യമാണ്. അപ്പോൾ ഈ റഷ്യയുടെ പുടിന്റെ എക്സ്പാൻഷൻ തിയറി അതും വലിയ രീതിയിൽ നാറ്റോ രാജ്യങ്ങൾക്ക് ആശങ്കയും ആകുലതയും ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാനും ഒരു യുദ്ധം വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങാനും വേണ്ടിയിട്ട് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടാണ്. ഫ്രാൻസും ജർമ്മനിയും ഒക്കെ അവർ ആവശ്യപ്പെടുകയാണ് ഡയറക്റ്റ് ആയിട്ട് റഷ്യയെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത്. റഷ്യയുടെ കയ്യിലും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ജർമ്മനിയുടെ കയ്യിലും ഫ്രാൻസിന്റെ കയ്യിലും ബ്രിട്ടന്റെ കയ്യിലും ഒക്കെ ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നത്. ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അതൊരു ന്യൂക്ലിയർ വാറായി മാറും എന്നുള്ളതിനകത്ത് നമുക്ക് ഒരു സംശയവുമില്ല. രാജ്യങ്ങൾ അപ്രകാരം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളതും ലോകത്തെ ഭയത്തിന്റെ മുൾമുനയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അത്തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. ഏതെങ്കിലും രീതിയിൽ റഷ്യ യുക്രൈനെ ആക്രമിക്കുകയാണെങ്കിൽ, അത് ആണവായുധം ഉപയോഗിച്ചാണെങ്കിൽ ലോകത്തിന്റെ ഇപ്പോഴുള്ള നിലനിൽപ്പിനെ തന്നെ അത് വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സൈനിക നടപടിയായിട്ട് തീരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ യുക്രൈനെ ആക്രമിക്കുക എന്നുള്ളത് റഷ്യ ഇപ്പൊ ഏകദാണ്ട് ഉറപ്പിച്ച മട്ടാണ്. അപ്പോൾ അപ്രകാരമുള്ള ഒരു ആക്രമണം കീവിന്റെ മേൽ മോസ്കോ അഴിച്ചുവിട്ടാൽ അത് ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് വഴിവെക്കും. ഓൾറെഡി നാറ്റോയും റഷ്യയും തമ്മിലുള്ള ആ ഒരു സംഘർഷാവസ്ഥയുടെ പിരിമുറുക്കം അതിന്റെ പാരമ്യതയിൽ വന്നെത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ റഷ്യ യുക്രൈനെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നാറ്റോയുടെ ഇടപെടലും ഉണ്ടാകും എന്നുള്ളത് കാര്യങ്ങളുടെ കിടപ്പിനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. ഇനി റഷ്യ ഇപ്രകാരം ഒരു ആണവായുധം യുക്രൈന് മേൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. അതിന് 1, 2, 3 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. റഷ്യ യുക്രൈന്റെ മേൽ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെതായിട്ടുള്ള ആണവ പോളിസിയെ തകിടം മറിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങൾ തങ്ങളുടെ ആണവായുധ ശേഖരം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങളൊക്കെ എല്ലായ്പ്പോഴും വളരെ വലിയ രീതിയിലുള്ള ആശങ്ക വെച്ച് പുലർത്തുന്നു. ശത്രു രാജ്യങ്ങൾ ഏതു നിമിഷവും തങ്ങളെ ആക്രമിക്കാമെന്നുള്ള വലിയൊരു ഭയം ഇവരുടെ എല്ലാം ഉള്ളിലുള്ളത് കൊണ്ട് രാജ്യങ്ങളൊക്കെ എപ്പോഴും അവരുടേതായിട്ടുള്ള ആയുധ ശേഖരങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഒപ്പം ആണവായുധ ശേഖരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഒരു രാജ്യം തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ആക്രമണം ശത്രു രാജ്യത്തിന്റെ പക്കൽ നിന്നുണ്ടായാൽ മാത്രമേ ആണവായുധം ഉപയോഗിക്കൂ എന്നുള്ള ആ ഒരു പോളിസിയൊക്കെ ഇന്ന് പല രാജ്യങ്ങളും അത് മാറ്റിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യം എടുക്കത്തില്ല എന്നുള്ള ഒരു പോളിസി നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം
അത്തരം ആണവ പോളിസികൾക്കൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയിരിക്കുന്നു. അത് ഇന്ത്യയുടെ കാര്യം. അപ്പോൾ മറ്റു രാജ്യങ്ങളും ഈ രീതിയിൽ കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ് റഷ്യ. അത് കഴിഞ്ഞാൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, ഉത്തര കൊറിയ, ഇപ്പോൾ ഇറാനും ആ ലിസ്റ്റിൽ വരുന്നു എന്ന് കേൾക്കുന്നു. ഈ രാജ്യങ്ങളുടെ എല്ലാം കൈവശമുള്ള ആണവായുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചാൽ ഭൂമിയെ എത്രയോ തവണ ചുട്ടരിച്ചു കളയുവാൻ തക്ക ശേഷിയുള്ള അതിമാരകമായ ആണവശേഷിയാണ് ഇത്തരം രാജ്യങ്ങളുടെ കൈവശമുള്ളത്. അപ്പോൾ റഷ്യ ഇപ്രകാരം ആണവായുധം ഉക്രൈനിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളും അതേ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു ആണവ പോളിസി തന്നെ മറ്റു രാജ്യങ്ങൾ മാറ്റിവെക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വലിയ അപകടമാണെന്നുള്ളത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അപ്രകാരമുള്ള ഒരു ലോകക്രമത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ലോകം ഏറ്റവും ആശങ്കയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ, ഈ റഷ്യ യുക്രൈൻ വാർ വരികയാണെങ്കിൽ, ആ വാറിലേക്ക് കാര്യങ്ങൾ വന്നെത്തുകയാണെങ്കിൽ നാറ്റോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു പോർ മുഖം ഈ റഷ്യക്ക് നേരിടേണ്ടതായിട്ട് വരും. അപ്രകാരം വരികയാണെങ്കിൽ അത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് കനത്ത വെല്ലുവിളിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ അതിരിന്റെ ഒരു മെജോറിറ്റി ഭാഗവും ഈ നേറ്റോ രാജ്യങ്ങളുടെ അതിർത്തികളാണ്. മൈൽസ്, ആയിരക്കണക്കിന് മൈൽസ് ആണ് നാറ്റോ രാജ്യങ്ങളുടെ അതിരായിട്ട് റഷ്യ പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2022 ഫെബ്രുവരി 24 യുക്രൈൻ നേറ്റോയുടെ ഭാഗമായി ചേരുന്നു എന്ന് അതിനു വേണ്ടിയിട്ടുള്ള പുറപ്പാടുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റഷ്യ യുക്രൈനിന്മേൽ സൈനിക നടപടി നടത്തിയത്. കാരണം ഇനി യുക്രൈന്റെ മണ്ണും കൂടി നാറ്റോയുടേതായി മാറുകയാണെങ്കിൽ ഏകദേശം റഷ്യയുടെ സിംഹഭാഗം വരുന്ന ഭൂപ്രദേശത്തെയും ഈ നാറ്റോ രാജ്യങ്ങളുടെ സൈനിക ശക്തികൾ കൊണ്ട് വലയം ചെയ്യപ്പെടുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയായിട്ട് റഷ്യ കരുതി പോന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 2022 ഫെബ്രുവരി 24 യുക്രൈനെ ആക്രമിക്കുവാൻ റഷ്യ പ്രേരിപ്പിച്ചത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്രണ്ടേഷൻ അവിടെ ഉണ്ടാകും. ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യയെ അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുവാനിടയായി തരും. റഷ്യയുടെ സൈനികമായിട്ടും അതേപോലെ സാമ്പത്തികപരമായിട്ടുമുള്ള വലിയ നാശത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കും. ഇപ്പോൾ യുക്രൈൻ ഈ രീതിക്ക് ആക്രമിച്ചു എങ്കിൽ നേറ്റോയുടെ മുഴുവൻ രാജ്യങ്ങളും അതിന്റെ അംഗശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്കെതിരെ സൈനിക നടപടി നടത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും റഷ്യക്ക് അതിനെ സക്സസ്ഫുള്ളി ഡിഫീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മറികടക്കുവാനോ സാധിക്കത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കുക എന്ന് ചെയ്യും. റഷ്യയുടെ 2/3 അസറ്റ്സും മിലിറ്ററി അസറ്റ്സും അത് ഡിസ്ട്രോയ് ചെയ്യുവാനിടയായി തീരും. രണ്ട് ഭാഗത്തും കാര്യമായ നഷ്ടം തന്നെ ഉണ്ടാകും. ലോകത്തിൻ്റെതായ ശാന്തിക്കും സമാധാനത്തിനും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുരോഗതിയൊക്കെ അവിടെ അവസാനിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ലോകരാജ്യങ്ങൾ എസ്പെഷ്യലി ഇൻ യൂറോപ്പ് അതേപോലെ തന്നെ റഷ്യയിലും ഉണ്ടാകും എന്നുള്ളതും ഈ ഒരു യുദ്ധത്തെ അത്രമേൽ വലിയ രീതിയിൽ ലോകത്തിന്റെ ഈ ക്രമസമാധാനത്തെയും അതിന്റെ ജിയോ പൊളിറ്റിക്സിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ ഏറ്റവും വലിയ അലൈസ് ആണ് ചൈന, അതേപോലെ തന്നെ ഇറാൻ, ഉത്തര കൊറിയ. റഷ്യയുമായിട്ട് കുറേയൊക്കെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു നാറ്റോ രാജ്യം കൂടിയാണ് ടർക്കി. പക്ഷെ നാറ്റോ രാജ്യമായതുകൊണ്ട് ടർക്കിക്ക് ഒരു കാരണവശാലും റഷ്യ സപ്പോർട്ട് ചെയ്ത് വരാൻ വേണ്ടി പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം, കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഇറാൻ ഇപ്പോൾ റഷ്യയെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇസ്രായേല് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തക്കം പാർത്തിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ അപ്രകാരം ഒരു മണ്ടത്തരം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല എന്നുള്ളതും റഷ്യ ഏകദേശം ഒറ്റപ്പെടുത്തുന്ന ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഏറ്റവും ഈ പറഞ്ഞ കുശാഗ്ര ബുദ്ധിയുള്ള രാജ്യമാണ്.
അവരൊരിക്കലും ഈ ഒരു വലിയ സംഘടന നാറ്റോ രാജ്യങ്ങളുമായിട്ട് സംഘടനത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ചൈനയുടെ വലിയൊരു വിപണിയാണ് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയുടെ സാമ്പത്തിക ഘടനയെ തകിടം മറിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു തീരുമാനം ചൈന എടുക്കാൻ വേണ്ടി സാധ്യതയില്ല. മാത്രവുമല്ല, ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ചൈനയ്ക്ക് ഭീഷണിയുണ്ട്. കാരണം ഇന്ത്യയും ചൈനയും അതിർത്തി മേഖലകളിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇനി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ചൈനയുടെ ചുറ്റി വളഞ്ഞു കിടക്കുന്ന മുഴുവൻ രാജ്യങ്ങളും ചൈനയ്ക്കെതിരാണ്. അതേപോലെ തന്നെ ഇത്തരം രീതിയിലൊരു സൈനിക നടപടി നേറ്റോയും റഷ്യയും തമ്മിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് ചൈന തായ്വാനെ ആക്രമിക്കാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് റഷ്യക്ക് ലഭിക്കത്തില്ല. ഇനി ഉത്തര കൊറിയയാണ്. ഉത്തര കൊറിയ ആയിരിക്കാം ഒരുപക്ഷെ റഷ്യ ഏതെങ്കിലും തരത്തിൽ മിലിറ്ററി പരമായിട്ട് സഹായിക്കാൻ വേണ്ടി മുൻപോട്ട് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റഷ്യ ഒറ്റയ്ക്ക് നിന്ന് നേറ്റോ രാജ്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. അത്തരം രീതിയിലുള്ള ഒരു മണ്ടത്തരത്തിലേക്ക് ഇപ്പോൾ റഷ്യ പോകുമോ എന്നുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ബ്രെയിനിൽ ഇരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ആ രീതിക്ക് കാര്യങ്ങളെ ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം. അപ്പോൾ ഈ രീതിയിലുള്ള ഭയാനകമായ ഒരു സാഹചര്യമാണ് ലോകം റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തിലൂടെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള മിലിറ്ററി കേപ്പബിലിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ റഷ്യ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ആശങ്കയോടെ ലോകം കാത്തിരിക്കുകയാണ്. എന്തും സംഭവിക്കാം എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു. നേറ്റോ രാജ്യങ്ങളും ഒരു വലിയ രീതിയിലുള്ള റഷ്യയുടെ ആക്രമണത്തെ നേരിടുവാൻ പാകത്തിന് തങ്ങളുടെ സൈനികപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അവരും നടത്തുന്നു. അപ്പോൾ ഇത്തരം രീതിയിലാണ് കാര്യങ്ങൾ വന്നെത്തുന്നെങ്കിൽ വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം വന്നു വീഴും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ റഷ്യ ആണവായുധം എടുക്കാതിരിക്കട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനും കഴിയത്തുള്ളൂ.